നാം ഏതൊന്നാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സ്മരണം ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഗതി. ഈ ലോകനീതി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഭഗവത്ഗീത 8-ാം അധ്യായത്തിലെ 5ഉം 6ഉം ശ്ലോകങ്ങളെ. അന്ത്യകാലത്ത് ഈശ്വരസ്മരണ വരണമെങ്കിൽ അത് കാലേ കൂട്ടി പരിശീലിക്കണം. നിരന്തരമായ ഈശ്വരസ്മരണയാണ് ശരിയായ ഭക്തിയുടെ പ്രധാന ലക്ഷണം. കുർവവധാനം മഹദാവധാനം കുർവവധാനം മഹദാവധാനം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. തുടക്കത്തിൽ തന്നെ പ്രാണായാമത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക. എളുപ്പവഴി തേടി പോകുന്ന സമൂഹമാകട്ടെ കുറുക്കു വഴി തേടി പലപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കുന്നവരുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്യും. ചെന്ന ഉടനെ തന്നെ മൂക്ക് പിടിപ്പിക്കുകയായി, വലിക്കകത്തേക്ക് പുറത്തേക്ക് വിടുക എന്ന മട്ടിൽ. ശ്രവണം, മനനം, നിധിധ്യാസനം 3 ചുവടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക, ഇങ്ങനെ സംഭവമുണ്ട്. കാരണം നമ്മളാരും ആത്മാവിനെ കാണുകയും കേൾക്കുക അനുഭവിക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. സാധാരണഗതിയിൽ ആത്മാവെന്നൊരു സാധനം നമ്മൾ ഈ പദം കേട്ടിട്ടുള്ളതല്ലാതെ വേറെ. ഇന്ന് വൈകുന്നേരം 6:30 സന്ധ്യാദീപം.